അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ എഫക്ട്സ് ആണ്. ഫോട്ടോഷോപ്പിൽ നമ്മൾ പഠിച്ച ഈ ഫിൽറ്ററുകളിലുള്ള കൂടുതൽ എഫക്റ്റ് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പർട്ടിക്കുലർ എഫക്റ്റ്, ഈ ഒരു പർട്ടിക്കുലർ പിക്ചറിൽ നമുക്കൊരു ഡിസ്ട്രോട്ട് വെച്ച് നമുക്ക് ആദ്യത്തെ എഫക്റ്റ് നമുക്ക് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലെയർ സ്വല്പം ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിനെ ഒരു പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുക. ഫൈൻ. അതിനുശേഷം നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ എനിക്ക് ഇതിനകത്തൊരു ഒബ്ജക്റ്റ് വരയ്ക്കണം. സോ കറക്റ്റായിട്ട് സെൻറ്ററിൽ നമുക്ക് ഒബ്ജക്റ്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വ്യൂവിൻ്റെ അകത്ത് റൂളേഴ്സ് എന്ത് ചെയ്യുക? ഓണും ഓഫ് ചെയ്യുക. റൂളേഴ്സ് എക്സ്ട്രാസ് ഓൺ അല്ലെങ്കിൽ കുഴപ്പമില്ല. വ്യൂവിൻ്റെ അകത്ത് ആദ്യം റൂളേഴ്സ് ഓൺ ചെയ്യുക. ഓക്കെ, എക്സ്ട്രാസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം എന്താണ് ചെയ്യുന്നത്? റൂളേഴ്സ് ഓണും ഓഫ് ചെയ്യുക. ഓക്കെ, ഈ റൂളർ നമ്മൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോളും ആറും ആണ് റൂളറിൻ്റെ ഷോർട്ട് കട്ട്. ഓക്കെ, കീബോർഡിൽ കൺട്രോളും ആറും അടിച്ചു കഴിഞ്ഞാൽ ഇത് ഹൈഡും ആവും അൺഹൈഡും ആവും. ഫൈൻ. അപ്പോൾ കൺട്രോൾ ആൻഡ് ആർ. സോ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് മിഡ് വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് നമുക്കൊരു എക്സാക്റ്റ് മിഡിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഈ ഒരു ഏരിയക്കകത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് 37ൻ്റെ ഹാഫ് എത്രയാണ് അതിനനുസൃതമായിട്ട് നമുക്ക് എക്സാക്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പിടിക്കാം. ഓക്കെ, കറക്റ്റ് സെൻറ്റർ തന്നെ പിടിക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റ് നമുക്കിപ്പോൾ ഒരു അളവ് കാണുമല്ലോ, ഒരു പോസ്റ്റർ ചെയ്യണതിനുള്ള അളവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ അത്ര എക്സാക്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു മിഡിൽ വെച്ചു. അപ്പോൾ ഈ ഒരു ഏരിയ റിമൂവ് ചെയ്യാൻ എന്താണെന്ന് അറിയാമല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, സോ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, ആ ലൈൻ വരും. ലൈൻ എക്സാക്ട് ആ സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുക. വ്യൂവിൻ്റെ അകത്ത് എന്താണ് റൂളേഴ്സ് ഓഫും ഓണും ചെയ്യാം. വ്യൂവിൻ്റെ അകത്ത് റൂളേഴ്സ് ഓഫും ഓണും. റൂളേഴ്സ് ഓണാക്കി അത് കാണിക്കും. വ്യൂവിൻ്റെ അകത്ത് എക്സ്ട്രാസ് ഓഫ് ചെയ്താൽ, ഞാൻ പറഞ്ഞുതരാം നേരത്തെ, എക്സ്ട്രാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാസ് അങ്ങ് ഹൈഡ് ആയിപ്പോൾ. ഒറിജിനലായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു എക്സ്ട്രാസ് അല്ലെങ്കിൽ റൂളർ വെച്ചിട്ട് ഒരു ലൈൻ വരച്ച് വെച്ചിരിക്കുകയാണ്, അതങ്ങ് ഹൈഡ് ആയിപ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെപ്പോഴും നമ്മൾ എക്സ്ട്രാസ് ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ നമ്മൾ വരച്ച ലൈൻസ് എപ്പോഴും ഹിഡൻ ആയിട്ട് അതിൻ്റെ അകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാക്ട് സെൻറ്ററിൽ കൊണ്ടുവച്ചൊരു വര വരച്ചു. ഓക്കെ, വേണമെങ്കിൽ സ്വല്പം കൂടെ നീക്കാം, അത് നമ്മുടെ ഇതനുസൃതമായിട്ട് നമുക്ക് നീക്കാം. ഇനി അവിടെ നിന്ന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഒരു ലൈനും കൂടെ വരയ്ക്കാം. സോ അതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഒരു ലൈന്, നമുക്ക് കറക്റ്റ് അളവൊക്കെ നമുക്ക് പിടിക്കാം കേട്ടോ. വയലിൽ കയറി പോകുന്ന അളവ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് പിടിക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു അളവ് മിഡിൽ വെച്ച് ഇങ്ങനെ പിടിച്ചു. ഇതാണ് എൻ്റെ മിഡിൽ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഒരു എഫക്റ്റാണ് എനിക്ക് വരേണ്ടത്. ഈ ഒരു പിക്ചറിനെ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്തൊരു സ്പിയറിൽ ഈ ഒരു പിക്ചറിനെ തന്നെ എനിക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു എന്താണ് ഈ ഒരു എഫക്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതേ പിക്ചർ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു എന്താണ് ഒരു എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ വെച്ച് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? ഇത് റീട്യൂൺ ചെയ്ത് നമുക്ക് എടുക്കേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, നമ്മൾ എല്ലാ ഫോട്ടോഷോപ്പ് ഫയലിലും ചെയ്യുന്ന പോലെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെച്ചു, അതിനെ ഞാൻ ഹൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വെച്ചിട്ട് ഹൈഡ് ചെയ്തു, അതങ്ങനെ ഇരുന്നോട്ടെ. അതിനുശേഷം ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ ആണെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ, എലിപ്സ് ടൂൾ ആണെങ്കിൽ എലിപ്സ് ടൂൾ. ഞാനിപ്പോൾ എലിപ്സ് ടൂൾ എടുക്കുകയാണ്. എലിപ്സ് ടൂൾ എടുത്തിട്ട് ഞാനിങ്ങനെ വരയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണ് എലിപ്സ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത്, ബേസിക് കാര്യം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വരയ്ക്കുക. ഓക്കെ, ഓൾട്ട് ഹോൾഡ് ചെയ്തായിരുന്നാലും കുഴപ്പമില്ല, പ്രോപ്പറായിട്ട് കിട്ടും. ഓക്കെ, ഓൾട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൃത്യതയോടുകൂടി നമുക്കത് കിട്ടും. ഓക്കെ, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതാ ഒരു ഷേപ്പ് നമുക്ക് കിട്ടി. അപ്പോൾ അതിനെ നമുക്കൊരു പുതിയ ലെയറിൽ കൊണ്ടുവരിക, അതാണ് ഒരു ന്യൂ ലെയറിൽ കൊണ്ടുവരിക. ആ ഒരു ഷേപ്പിന് ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു ക്രിയേറ്റ് എ ന്യൂ ലെയർ കൊടുത്തിട്ട് ആ ഒരു പുതിയ ലെയറിൽ നമുക്ക് ആ ഒരു ഷേപ്പ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നുമല്ലോ, ഈ ഒരു എന്താണ് സർക്കിൾ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മളിപ്പോൾ എടുത്ത ടൂള് എലിപ്റ്റിക്കൽ മാർക്കി ടൂള് എക്സാക്ട് ഇതിൻ്റെ സെൻറ്ററിലാണോ എന്നുള്ളൊരു സംശയം നമുക്ക് വരാം. നമ്മൾ എത്ര വരച്ചാലും ചിലപ്പോൾ എക്സാക്ട് സെൻറ്ററിലോട്ട് വരില്ല, കുഴപ്പമില്ല. നമുക്കിത് വരച്ച ശേഷം അത് കറക്റ്റായിട്ട് പാൻ ചെയ്തിട്ട് കറക്റ്റ് അതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ കൊണ്ട് വെച്ച് കൊടുക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും എന്താണ് കളേഴ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്, ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും
ആ ഒരു കളർ ഫ്ലിപ്പ് ചെയ്ത ശേഷം ബ്ലാക്ക് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ ഏതാണ് നമുക്ക് വേണ്ടത് അത് ഫ്ലിപ്പ് ചെയ്ത ശേഷം അതിൻ്റെ അകത്തുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് റീട്യൂൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സാക്ട് സെൻറ്ററിൽ നമ്മൾ വരയ്ക്കുന്ന ആ രണ്ട് ലൈൻസ്, ആ ലൈൻസിൻ്റെ കറക്റ്റ് എക്സാക്ട് സെൻറ്ററിലല്ല ഇത് വന്നിരിക്കുന്നത്. കൺട്രോൾ ഡി അടിക്കുക, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതാ ഇവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കറിയാലോ പുതിയ ഫോട്ടോഷോപ്പിൽ നമുക്കത് എക്സാക്ട് നമുക്കത് വെക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ എക്സാക്ട് സെൻറ്റർ അവർ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ലൈനുമായിട്ട് ആ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ അവർ നമുക്ക് കാണിച്ചു തരും, എക്സാക്ട് സെൻറ്റർ ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ. കണ്ടോ, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അല്ല, ഈ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിന് കൺട്രോൾ വി അടിച്ച ശേഷം അതിനെന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്താണ്, നമ്മൾ ലെയറിലോട്ടാണ് പേസ്റ്റ് ചെയ്തത്. ഓക്കെ, ആ പുതിയൊരു ലെയർ ഇൻസർട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് അതിന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിനെ എക്സാക്ട് പൊസിഷനിലോട്ട് വെച്ചിട്ട് ഞാൻ ഇതിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ലൈൻസ് വെറുതെ അല്ല, ആ ഒരു ഏരിയക്കകത്ത് വന്ന് മെർജ് ചെയ്യുന്ന ലൈൻസ് വെറുതെ അല്ല, ഇതുമായിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് എക്സാക്ട് സെൻറ്ററിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അത് എക്സാക്ട് സെൻറ്ററാണ് നമുക്ക് കാണിച്ചു തരും. കണ്ടോ, എക്സാക്ട് സെൻറ്റർ എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് കാണിച്ചു തരും. നമ്മൾ അവിടെ കൊണ്ടുവച്ച് ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എക്സ്ട്രാസിൻ്റെ ആവശ്യമില്ല. സോ വ്യൂ എക്സ്ട്രാസ് ഓഫ് ചെയ്യുക. ഫൈൻ, ഇനി നമുക്ക് എക്സ്ട്രാസിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്ട്രാസ് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാക്ട് സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ അത് പിടിക്കാം. ഞാനിപ്പോൾ സെൻറ്റർ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് അലൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യം മാത്രമാണ് കാണിച്ചത്. അപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് വയ്ക്കണം. ഓക്കെ, ഞാൻ ആ സെൻറ്റർ ഇപ്പം ഞാൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഒരു ടോപ്പ് പൊസിഷനിൽ കൊണ്ടുവച്ചു. എനിക്ക് ഈ ഒരു എക്സാക്ട് പൊസിഷനിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഇമേജിനെ ഇതിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. പകരം നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെയർ ഉണ്ടല്ലോ, ഈ ഒരു ലെയറിനെ നമുക്ക് അങ്ങ് ഹൈഡ് ചെയ്യാം. അതിനുശേഷം ഈ ലെയർ ഞാൻ ഓണാക്കി ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിൽ ലെയർ ആക്കി. അപ്പോൾ എന്ത് പറ്റി, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 3 ലെയർ ഉണ്ട്. ഏറ്റവും ബോട്ടത്തിൽ കിടക്കുന്ന ലെയർ ഏതാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ്, BG ആണ്. ബാക്കി രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ലെയർ ഉണ്ട്. അതിൻ്റെ ടോപ്പിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലെയർ ഉണ്ട്. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഓഫ് ചെയ്തു. ഫൈൻ, ഇതിനെ ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയറിൽ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, BG ലെയറിൻ്റെ അതേ കോപ്പി തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന ലെയർ. ഓക്കെ, ഇനി ഇതിൽ സെലക്ട് ചെയ്യുന്നു. ഫിൽറ്ററിൻ്റെ അകത്ത് ഡിസ്ട്രോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഫിൽറ്ററിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് നമുക്ക് സ്പിയറൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം, സ്പിയറൈസ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ ഫിൽറ്ററിൽ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോഴാണ് ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയത്. ഓക്കെ, ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫിൽറ്റർ ഇങ്ങനെ കാണിക്കും, ലാസ്റ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഫിൽറ്റർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫിൽറ്റർ ഒന്നും കൂടി ഇവിടെ ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ആ ഫിൽറ്ററിൽ പോയി യൂസ് ചെയ്യേണ്ടെന്നാണ് അർത്ഥം. ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന ഫിൽറ്റർ നോക്കിയ ശേഷം ഞാൻ ആ ഓപ്ഷൻ പറയാം. സോ നമ്മൾ ഡിസ്ട്രോട്ടിലോട്ട് പോകുന്നു. അതിൻ്റെ അകത്ത് ഏതാണ്, സ്പിയറൈസ്. ഫിൽറ്ററിൻ്റെ അകത്ത് ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് സ്പിയറൈസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അതേ പിക്ചറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ആ സ്പിയറൈസ് എന്ന് കൊടുത്തു. സ്പിയറൈസ് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് വാല്യൂ 100 ആണ്. നമുക്കൊന്ന് 150 കൊടുത്ത് നോക്കാം. അത് അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ ഓക്കെ, 150 എടുത്തു, കുഴപ്പമില്ല. 200 കൊടുക്കാം. ഓക്കെ, 200 കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തിന് 100 വാല്യൂ വെച്ചിട്ട് നമുക്ക് സ്പിയറൈസിൽ ഓക്കെ കൊടുക്കാം. അപ്പോൾ എന്ത് പറ്റും നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ പിക്ചർ സ്പിയറൈസ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു രീതിയിലാണ് അതിൻ്റെ സ്പിയറൈസ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ഏതാണെന്നോ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഫിൽറ്റർ ഇനി ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരത്തെ കൊടുത്ത അതേ എഫക്റ്റ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ എഫക്റ്റും കൂടെ, എക്സ്ട്രാ ഒരു ടാബും കൂടെ ആക്റ്റീവ് ആവും. അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു പർട്ടിക്കുലർ എഫക്റ്റ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. സോ വീണ്ടും ഞാൻ ഒന്നും കൂടി എടുക്കുന്നതിന് പകരം ഇവിടെ സ്പിയറൈസ് കൊടുത്താൽ മതി. ഓക്കെ, ഒരു പ്രാവശ്യം സ്പിയറൈസ് കൊടുത്തു, ഞാൻ വീണ്ടും ഫിൽറ്ററിൻ്റെ അകത്ത് ഒന്നും കൂടെ സ്പിയറൈസ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ഒന്നും കൂടെ അത് കറങ്ങി സ്പിയറൈസ് ആയി. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു നോയ്സ് ഇത് ഡിസ്റ്റോർട്ടിൻ്റെ അകത്ത് പോയി വീണ്ടും സ്പിയറൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫിൽറ്ററിൻ്റെ അകത്ത് പോയി ഒന്നും കൂടെ സ്പിയറൈസ് കൊടുത്താൽ മതിയാവും. ഓക്കെ, എനിക്ക് അഥവാ വാല്യൂസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം
വാല്യൂസ് എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ മാത്രം ഫിൽറ്ററിലോട്ട് ഒന്നും കൂടെ പോവുക, സ്പിയറൈസ് എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 150 വാല്യൂവിൽ നമുക്കൊന്ന് എക്സ്ട്രാ കൊടുത്താൽ ഓക്കെ. അപ്പോൾ അവർ പറയുന്നത് എന്താണ്? എ വാല്യൂ ബിറ്റ്വീൻ -100 and 100 ഈസ് റിക്വയർഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 100ൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിക്കത്തില്ല. അപ്പോൾ നമുക്ക് മാക്സിമം 100 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്യൂ ഇല്ല, നമ്മൾ ക്ലിക്ക് ചെയ്ത് വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ ഇതൊരു സ്പിയറൈസ് ആയിട്ടുള്ള ഒരു രൂപത്തിലോട്ട് വന്നു അല്ലേ. നമ്മുടെ ഒറിജിനൽ പിക്ചറും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കണ്ടോ, ഇത് സ്പിയറൈസ് ആയി. ഈ പിക്ചറിനെ ഇത് സ്പിയറൈസ് ആയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. ഫൈൻ. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രോസസ്സ് എന്തായാലും ഇതിൻ്റെ അകത്ത് വേണം. ഓക്കെ, ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ലെയേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് ഞാൻ ഓൺ ചെയ്തിരിക്കുന്നത്? നമ്മളിപ്പോൾ എഫക്റ്റ് കൊടുത്ത ലെയറും, അപ്പോൾ ഇതും കൂടെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ലെയർ, അതിൻ്റെ മുകളിൽ ആ ഒരു ലെയർ അല്ലേ. അപ്പം 3 ലെയറാണ്. ഇനി ഞാൻ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺട്രോൾ മൈനസ് അടിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് സ്വല്പം സ്കെയിൽ ചെയ്യുക. ഏതാണ്? കൺട്രോൾ മൈനസ് അടിച്ച ശേഷം സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്യുക. ഒന്നാമത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ ടി അടിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, സ്കെയിൽ ചെയ്ത ശേഷം നമുക്ക് അത് ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന ഒരു രീതിയിലാക്കാം. ഇത് തീരെ ചെറുതായി ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു എഫക്റ്റ് വരണം. അപ്പോൾ ഈ ഒരു ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? ഈ ഒരു പിക്ചർ ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ആയിരിക്കുന്ന ഒരു ഫീല് വരും. അതിന് വേണ്ടിയിട്ട് നമുക്കതിനെ സ്കെയിൽ ചെയ്യാം. കൺട്രോൾ ടി അടിച്ച ശേഷം നമുക്കതിനെ സ്കെയിൽ ചെയ്യാം. ഇതാ സ്കെയിൽ ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുന്നു. ഇതാ ഓക്കെ, അതങ്ങ് മറച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ എത്ര ലെയർ ഉണ്ട്? 3 ലെയർ ഉണ്ട്. ഇതിനെ ഓഫ് ചെയ്യുന്നു. ഫസ്റ്റ് ലെയർ, ദെൻ സെക്കൻഡ് ലെയർ, ദെൻ തേർഡ് ലെയർ അതിൻ്റെ ടോപ്പിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിൽ 3 ലെയർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് മാസ്ക് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മാസ്ക് ചെയ്യാം. എങ്ങനെ മാസ്ക് ചെയ്യും? മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഏതാണ്, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു സ്പിയറിൻ്റെ രൂപത്തിലാണ് നമുക്കിത് ഇരിക്കുന്നത് അല്ലേ. അതിൻ്റെ അകത്ത് ഈ ഒരു പിക്ചർ വരണമെങ്കിൽ എന്താണ്? അതിന് ജസ്റ്റ് മാസ്ക് ചെയ്ത് വെച്ച് കൊടുക്കുക ഇതിൻ്റെ അകത്ത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ ലെയറിൽ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എന്ത് പറ്റി? ഈ താഴത്തെ ലെയറിൻ്റെ അല്ലെങ്കിൽ ബോട്ടത്തിൽ കിടക്കുന്ന ലെയറിൽ ഒരു എന്ത് വന്നു? ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്പിയററ്റിക്കൽ ഷേപ്പ് വന്നു. ടോപ്പ് ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്ക് എല്ലാം വേണ്ട, കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ട്രാൻസ്ഫോം ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം എടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ, ഞാൻ കൺട്രോൾ ടി അടിച്ച് ഇതിനെ കംപ്ലീറ്റ് ആക്കുകയാണ്, മൊത്തത്തിലാക്കി കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇതേ പ്രോസസ്സ് ഒന്നും കൂടെ കൊടുക്കാം. കൺട്രോൾ ഇത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് കിട്ടൂല. കണ്ടോ, ആ ഒരു ഫീല് നമുക്ക് കിട്ടൂല. കംപ്ലീറ്റ് പിക്ചറും ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് കാണുന്ന ഒരു ഫീല് തന്നെ വരണം അല്ലേ. അല്ലാതെ ഈ ഒരു പിക്ചറിൽ ഏതെങ്കിലും ഒരു സംഭവം വന്നിട്ട് കാര്യമില്ല. സോ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ടോപ്പിലത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ലെയർ മാസ്ക്, ആഡ് ലെയർ മാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഈ ഒരു പിക്ചറിന് മുകളിൽ നമുക്ക് ആ ഒരു പിക്ചറിന് തന്നെ ഒരു മാസ്ക്ഡ് കോപ്പിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് ഒന്നും കൂടെ പറയാണ്. ഇതിന് ഞാൻ അങ്ങ് റിമൂവ് ചെയ്യാണ്. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഇതിനെ റിമൂവ് ചെയ്തു, ഈ മാസ്കിനെ അങ്ങ് റിമൂവ് ചെയ്തു. അതിനുശേഷം ഒന്നും കൂടെ. അപ്പം നമുക്ക് നിർബന്ധമില്ല ഏതാണ് എലിപ്സ് മാർക്കി ടൂൾ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ അത് കാണുമ്പോൾ രസമായതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത യൂസ് ചെയ്യണം റെക്റ്റാങ്കിൾ മാർക്കി ടൂൾ യൂസ് ചെയ്യാം. നമ്മുടെ ഷേപ്പ് നമുക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഞാൻ ഷേപ്പ് വരയ്ക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ലെയറിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, ബ്ലാക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഫൈൻ. അതിനുശേഷം ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുന്നു, കോപ്പി. അതിനുശേഷം ആ കോപ്പി ഡ്രാഗ് ചെയ്ത് മുകളിൽ ഇടുന്നു. ഈ ഒരു ഏരിയയിൽ ഡ്രാഗ് ചെയ്ത് ഇടുന്നു. ഓക്കെ, അപ്പോൾ അത് കാണുന്നില്ല. നമ്മൾ എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും അവസാനം ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ ഈ 2 ലെയറിനെ ഹൈഡ് ചെയ്ത ശേഷം ഫിൽറ്ററിൻ്റെ അകത്ത് ഏത് കൊടുക്കാം? ഡിസ്ട്രോട്ടിൻ്റെ അകത്ത് ഏത് കൊടുക്കാം? സ്പിയറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. സ്പിയറൈസ് ആയിട്ടാണ് എനിക്ക് ഇരിക്കേണ്ടത്. ഏത് എഫക്റ്റ് കൊടുത്താലും സെയിം പ്രോപ്പർട്ടി തന്നെയാണ്. ഞാനിപ്പോൾ സ്പിയറൈസ് കൊടുത്തു, 100 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സ്പിയറൈസ് ആയി. ഒന്നും കൂടെ സ്പിയറൈസ് ആകണമെങ്കിൽ ഫിൽറ്റർ, വീണ്ടും സ്പിയറൈസ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു സ്പിയറൈസ് ആയിട്ടുള്ള രീതി വന്നു. എന്നിട്ട് ഞാൻ ബാക്കി ലെയേഴ്സിന് 2നെ ഓൺ ആക്കി രണ്ടാമത്തെ ലെയറിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്തു.
ആദ്യത്തെ ലെയറിലോട്ട് പോയി മാസ്ക്. അതായത് ഇത് ഈ രീതിയിലുള്ളൊരു മാസ്ക് ആയിരിക്കും. പക്ഷെ ഇതൊരു കാണുമ്പോൾ ഒരു എന്താണ്, നമുക്ക് അതൊരു ഒരു മാസ്കിൻ്റെ ഒരു ഫീൽ വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പുതിയൊരു മാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എടുക്കാം, എന്നിട്ട് വരയ്ക്കാം. ഓക്കെ, വരച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിപ്പോവും. അപ്പോൾ കൺട്രോൾ ഡി അടിക്കുക, പുതിയ ലെയറിൽ വരയ്ക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ലെയറിൽ വരയ്ക്കുക. എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ എടുക്കുന്നു, പുതിയൊരു ലെയറിൽ ഞാനിങ്ങനെ വരച്ചു, അതവിടെ വെച്ചു. ഇതാണ് നമ്മുടെ പുതിയ ലെയർ. അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുക. കൺട്രോൾ ബാക്ക് സ്പേസ് അടിച്ച് ഫില്ല് ചെയ്തു. അതിനുശേഷം നമ്മൾ സ്പിയറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പിയറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ലെയർ അല്ലേ. സ്പിയറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെയറിനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ടോപ്പിലിടുക. ഫൈൻ. എന്നിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ടി അടിക്കുന്നു, അതിനെന്ത് ചെയ്യുന്നു, ചെറുതാക്കുന്നു, അതിൻ്റെ ടോപ്പിൽ വരുന്നു, ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നു. കാരണം എന്താണ്, നമുക്ക് എല്ലാ പിക്ചറും അതിൻ്റെ അകത്ത് തന്നെ വരണം. ഇതിൻ്റെ ടോപ്പിൽ വെക്കേണ്ട ഏരിയക്കകത്ത് കുറച്ചും കൂടെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. ഇതിൻ്റെ മിഡിലായി കഴിഞ്ഞുള്ള വിഷയം എന്താണ്, മിഡിലായി കഴിഞ്ഞാൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഫസ്റ്റ് ലെയറിൽ വന്നു, മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത്രയും ഭാഗം എന്താണ് മാസ്ക് ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ മാസ്ക് ചെയ്യണം. ഏതൊക്കെ ഏരിയ വേണോ നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് ടോപ്പിൽ വയ്ക്കുക, കൺട്രോൾ ടി അടിക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ വളരെ മൈന്യൂട്ടായിട്ട് നമുക്കൊന്ന് സ്കെയിൽ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തുള്ള ബ്ലാങ്ക് ഏരിയകളൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം ഒന്ന് വലുതാക്കുക. ഓക്കെ, അതിനുശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക, മുകളിലത്തെ ലെയർ സെലക്ട് ചെയ്യുക, ആഡ് ലെയർ മാസ്ക് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആക്ച്വലി ഇത് മാസ്ക് ആയിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് നീക്കി കഴിഞ്ഞാൽ കണ്ടോ ഇതൊരു മാസ്ക് ആണ്. ആ ഒരു ഏരിയക്കകത്ത് കറക്റ്റായിട്ട് നമ്മൾ അവിടെ കൊണ്ട് മെർജ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഒരു വലിയ ഫീൽ ഇല്ല, എന്നാലും കുഴപ്പമില്ല. കാണുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു എന്താണ് വേറൊരു എഫക്റ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ എന്താണ് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു എന്താണ് നമുക്കൊരു കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, ലെയറിൻ്റെ പല പല വിവിധ സ്റ്റൈലുകൾ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ സ്റ്റൈലിൻ്റെ അത് നമുക്ക് ഓരോന്നായിട്ട് യൂസ് ചെയ്യാം. ഡ്രോപ്പ് ഷാഡോ യൂസ് ചെയ്യാം. കണ്ടോ, ഡ്രോപ്പ് ഷാഡോയിൽ എന്താണ് ഒരുപാട് കൊടുക്കണ്ട, സ്വല്പം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഡ്രോപ്പ് ഷാഡോ യൂസ് ചെയ്യാം. അതുപോലെ ഔട്ടർ ഗ്ലോ, അതൊക്കെ നമ്മുടെ തീരുമാനമാണ്. നമുക്ക് ഏത് എഫക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു 3D ഫീൽ അതിൻ്റെ അകത്ത് കിട്ടും. അതേപോലെ ഇന്നർ ഗ്ലോ കൊടുക്കണമെങ്കിൽ ഇന്നർ ഗ്ലോ കൊടുക്കാം. അതേപോലെ അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രോക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം, കൂട്ടാം. ഓക്കെ, അങ്ങനെ നമ്മൾ എഫക്റ്റുകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുള്ളൂ. ഡ്രോപ്പ് ഷാഡോ പ്ലസ് പുതിയ സോഫ്റ്റ്വെയറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലസ് മാർക്കും കൂടി ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡ്രോപ്പ് ഷാഡോ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ആ ഒരു ഫീൽ വന്നുകൊണ്ടേയിരിക്കും. കുറച്ച് പഴയ സോഫ്റ്റ്വെയറിലാണെങ്കിൽ ആ ഒരു എന്താണ് ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കില്ല. ഇവിടെ ക്ലിക്ക് ചെയ്ത് വേണ്ടാത്ത നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കളർ ഓവർലേയാണ്, അത് നമ്മൾ കൊടുക്കുന്നില്ല. ബെവൽ ആൻഡ് എംബോസ് വേണമെങ്കിൽ അത് ഒരു വലിയ സുഖമില്ല. ഓക്കെ, ഇത്രയും എഫക്റ്റുകൾ ചേർന്ന് ഞാൻ ഈ ഒരു ഫീലിലാണ് ഇപ്പോൾ ഇതിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയാമല്ലോ, അതാ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലിൽ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു കുറച്ചും കൂടെ ഒരു ഫീൽ വരണം ഈ ഒരു പിക്ചറിനെ. നമ്മളെപ്പോഴും എന്താണ് ഇല്ലെങ്കിൽ ഒരു 2D ഫീലായിപ്പോൾ ഇതിനൊരു ഷാഡോയും കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, കുറച്ചും കൂടെ ഒരു പെർഫെക്റ്റ് ആയിരിക്കും സംഭവം കാണാൻ അല്ലേ. ഷാഡോ ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഫീൽ വരാത്തത്. അപ്പോൾ ഷാഡോ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഫോട്ടോഷോപ്പ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ. ഓക്കെ, വളരെ സിമ്പിളാണ്. അതിനുശേഷം ഈ ഏതാണ് റെക്റ്റാങ്കിൾ നമ്മൾ യൂസ് ചെയ്ത് റെക്റ്റാങ്കിൾ മാർക്കി ടൂളിൻ്റെ തൊട്ട് താഴെയുള്ള എലിപ്സ് മാർക്കി ടൂൾ എടുക്കുക. ജസ്റ്റ് ഒരു ഷാഡോ പോലെ ഇങ്ങനെ വരയ്ക്കുക, പെർസ്പെക്റ്റീവ് കണക്കാക്കി വരയ്ക്കുക. ഇത് നല്ല പിക്ചറാണ്, അപ്പോൾ പെർസ്പെക്റ്റീവ് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. സെലക്ട് ചെയ്യുക, അതിങ്ങനെ ഒന്ന് വരയ്ക്കുക. ഓക്കെ, പെർസ്പെക്റ്റീവ് വരച്ചു. അപ്പോൾ ഷാഡോ എപ്പോഴും എന്ത് കളറായിരിക്കും, ഷാഡോ ബ്ലാക്ക് കളറായിരിക്കും ഷാഡോ അല്ലേ. നമ്മൾ എവിടെ വെച്ചാലും ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ഷാഡോ എപ്പോഴും ബ്ലാക്ക് ആകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്ലാക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലെയറിനെ നമുക്ക് റീനെയിം ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഷാഡോ ഒന്ന് കൊടുക്കുക, ഷാഡോ. ഓക്കെ, അതാകുമ്പോൾ കൺഫ്യൂഷൻ പ്രോബ്ലം ഇല്ല. ഇവിടെ സെലക്ട് ചെയ്യുക, എന്താണ് കൺട്രോൾ ബാക്ക് സ്പേസ് അടിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു ഷാഡോ വന്നൊരു ഫീലുണ്ട്. പക്ഷേ ഷാഡോ കാണുമ്പോൾ നോക്കി ആ ഒരു എന്താണ് ഒരു ഫീല് വരുന്നില്ല ഷാഡോയുടെ അല്ലേ. ഓക്കെ, അപ്പോൾ ഷാഡോ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ബ്ലർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിൽറ്ററിൻ്റെ അകത്ത് ബ്ലറിൻ്റെ അകത്ത് ഏതാണ് ഗോസിയൻ ബ്ലർ.
ഗോസിയൻ ബ്ലർ എടുക്കുക. ഇത്രയും വേണ്ട, ഭയങ്കരമായിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ഷാഡോ ഒരു ഫീൽ അങ്ങ് പോകും. ഓക്കെ, സ്വല്പം ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഭയങ്കര എന്താണ് ഷാഡോ ആയിപ്പോയി, നമുക്കത് സ്വല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. നമ്മൾ ഏത് രീതിയിലാണ് നമുക്ക് ആ ഷാഡോ പ്രോപ്പറായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയേ. ഇതിപ്പം എക്സാക്ട് ഷേപ്പ് ആയി പോവുക. അപ്പം നമ്മൾ വരച്ച ഷേപ്പ് ആണെന്നുള്ളൊരു ഫീല് വരും. അപ്പം നമ്മൾ മാക്സിമം അതിൻ്റെ റേഡിയസ് കൂട്ടുക. ഇതാ അത്രയും ആയി കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും. അപ്പോൾ സ്വല്പം അതിൻ്റെ ഒരു മിഡ് വാല്യൂവിൽ നിൽക്കത്തക്ക രീതിയിൽ, എന്നാൽ അതിൻ്റെ ഒരു ഷാഡോ നമുക്ക് കാണാൻ വേണം. ആ ഒരു രീതിയിൽ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പം പ്രോപ്പർ ആയിട്ടില്ല, ഇനി നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം ഏകദേശം ഒരു നല്ലൊരു ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ അതിൽ കാണുന്നത്. കാരണം മിഡ് പോർഷൻ ആണ്. ഞാൻ ആ സൈഡെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഡ്ജസ് എല്ലാം ഞാൻ എന്ത് ചെയ്തു, ബ്ലർ ചെയ്തു. അത് നമ്മൾ യൂസ് ചെയ്ത് ഏതാണ് ഗോസിയൻ ബ്ലർ എന്ന് പറഞ്ഞ ബ്ലർ വാല്യൂ വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇനി പല പല ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് ഉണ്ടല്ലോ. ഗ്രേഡിയൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ആക്റ്റീവ് ആവും അല്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ടു വൈറ്റ് ഒരു ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്തു അല്ലേ, ബ്ലാക്ക് ടു വൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്വല്പം ബ്ലാക്കിൻ്റെ വാല്യൂ ഞാനങ്ങ് കുറച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി. തീരെ ബ്ലാക്കും അല്ല, ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഷാഡോയിൽ ഈ ഒരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യുക? ഇങ്ങനെ വരച്ചാൽ എന്ത് പറ്റും, കംപ്ലീറ്റ് ആയിട്ട് എന്തായി ഗ്രേഡിയൻറ്റ്. അപ്പോൾ നമുക്കൊരു ഒരു ലെയറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് മാത്രം എഫക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതേതാണ്, ഷാഡോ അല്ലേ, ഷാഡോ. അപ്പോൾ ഷാഡോയ്ക്ക് മാത്രം എനിക്കൊരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മാസ്ക് ചെയ്യുക. അതാണ് ആഡ് ലെയർ മാസ്ക്. ലെയർ മാസ്ക് ചെയ്തിട്ട് ഇനി ഞാൻ ഇതിനെ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, അതിന് മാത്രമായിരിക്കും അത് എഫക്റ്റ് ആവുന്നത്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയ്ക്കകത്ത് മാത്രമാണ് എഫക്റ്റ് ആവുന്നത്. കാരണം ഇത് കറക്റ്റ് ഗ്രേഡിയൻ്റ് അല്ല, ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയൻ്റ് അങ്ങ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പഴയ ഗ്രേഡിയൻറ്റിലോട്ട് വരാം. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഗ്രേഡിയൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, കണ്ടോ. ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് വരച്ച സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പക്ഷെ അത് വേണ്ട, നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു ഏത് രീതിയിലാണ് ഷാഡോ ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യണമെന്ന് നമുക്ക് ഇങ്ങനെ തീരുമാനിക്കാം. ഇതാ കണ്ടോ, ഇപ്പം നമ്മൾ വരയ്ക്കുന്ന എക്സാക്ട്ലി ഇതാ എത്ര രീതിയിൽ ഷാഡോ വേണം, എത്ര രീതിയിൽ വേണ്ട. ഓക്കെ, ഇതാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഷാഡോ ഇതിനെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എങ്ങനെ, അപ്പം അവർ ചോദിക്കും അപ്ലൈ മാസ്ക് ടു ലെയർ ബിഫോർ റിമൂവിങ്. അപ്പം ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഷാഡോ മാത്രമായിട്ട് വരും. എനിക്ക് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ മാത്രം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയണേ എനിക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സിമ്പിൾ എഫക്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ എനിക്ക് ഈസി ആയിട്ട് എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് പറയണേ ഇതിൻ്റെ അത് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് പിടിച്ച് ഗ്രേഡിയൻ്റ് വരച്ച്. അപ്പോൾ എന്ത് പറ്റി, കംപ്ലീറ്റ് ആയിട്ട് അതിന് മൊത്തത്തിലുള്ള പ്രോബ്ലം വന്നു. അപ്പോൾ അങ്ങനെ പ്രോബ്ലം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് ക്ലിക്ക് ചെയ്യുക, അതൊരു സെപ്പറേറ്റ് ലെയറിലാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം അതിനെന്ത് ചെയ്യുക, മാസ്ക് ചെയ്യുക. മാസ്ക് ചെയ്തിട്ട് ഇതിൽ വരയ്ക്കരുത്, ഇതിൽ വരച്ച പഴയ പോലെ വരും. ഏതാണ്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരച്ച പഴയ പോലെ വരും. അപ്പം നമുക്ക് മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ മാസ്കിൽ തന്നെ വരയ്ക്കുക. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒറിജിനലായിട്ട് ബന്ധമില്ലാതെ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഷാഡോയിൽ മാത്രം. സോ അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതാ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് മാത്രം മാസ്ക് വർക്ക് ചെയ്യുക. അപ്പോൾ എത്രത്തോളം ഏത് രീതിയിലുള്ള മാസ്ക് ആണ്, എങ്ങനെയുള്ള മാസ്ക് ആണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് തീരുമാനിക്കും. ഒറ്റ ഡ്രാഗ് ചെയ്ത് വരച്ചാൽ എല്ലാം പോകും. അപ്പം നമുക്ക് ഇത് മാത്രമാണ്, ഇതിൻ്റെ അകത്ത് തന്നെ വിവിധ തരത്തിലുള്ള ഗ്രേഡിയൻ്റ് ഉണ്ട്. ലീനിയർ ഗ്രേഡിയൻ്റ്, ഇത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. റേഡിയൽ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെയുള്ള എഫക്റ്റാണ് ഇവിടെ കിട്ടുന്നത്. നോക്കിയേ, ജസ്റ്റ് വരയ്ക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെയുള്ള എഫക്റ്റാണ് അതിൽ കിട്ടുന്നത് റേഡിയലിൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് ആണ്, ആംഗിൾ ഗ്രേഡിയൻ്റ് ആണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻ്റ് ആണ്, അത് റിഫ്ലക്റ്റഡ് ആണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് ഗ്രേഡിയൻ്റ് ആണ്, അതിൽ വരച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് ടൈപ്പ് ഓഫ് ഗ്രേഡിയൻ്റ്. അപ്പോൾ നമുക്ക് ഏത് ഗ്രേഡിയൻ്റ് വേണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റ് ഒരു ഷാഡോ, ജസ്റ്റ് ഒരു ഷാഡോ, അത്യാവശ്യം ഷാഡോൻ്റെ ഒരു ഫീൽ വരത്തക്ക രീതിയിലുള്ള ഒരു ഷാഡോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ദൂരം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് എക്സാക്ട്ലി അവിടെ ഒരു ഷാഡോ ഉണ്ടെന്നുള്ള. അപ്പോൾ എന്തെങ്കിലും എന്താണ് ഇൻറ്റൻസിറ്റി വല്ലതും കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 80% ആക്കി കഴിഞ്ഞാലും നമുക്ക് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്താലും അതിൻ്റെ ഇത് കുറയ്ക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ ഫിനിഷിംഗ് ആയി. നോക്കിയേ,
ഒപ്പാസിറ്റി കുറച്ച് ഫിനിഷിംഗ് ആയി. പക്ഷെ നേരത്തെ ഞാൻ ഗ്രേഡിയൻറ്റും കൂടെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ഒറിജിനാലിറ്റി ഫീലും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേഡിയൻറ്റ് ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഈ ഒപ്പാസിറ്റി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ 50 ആക്കാം, പക്ഷേ ആ ഒരു ഫീല് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി ഒരു 80 to 85 തന്നെ ആയിരിക്കും. 100 ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80 ഈസ് ഇനഫ്. 80 ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റ് ഒരു എക്സാക്ട്ലി ഒരു ഷാഡോ അവിടെ ഇരിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ കൂടുതൽ നമുക്ക് ഈ ഒരു പിക്ചറിൽ കൂടുതൽ എന്താണ് കുറച്ചും കൂടെ ഒരു ഫീൽ കൊണ്ടുവരാം. ഈ പിക്ചറിലെ മീൻസ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മാസ്കിൽ കുറച്ചും കൂടെ ഒരു ഫീൽ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പല വഴികളുണ്ട്. ഞാനിപ്പോൾ 2-3 കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് എത്രത്തോളം എഫക്റ്റ് യൂസ് ചെയ്താൽ പല രീതിയിലുള്ള എഫക്റ്റുകളായിരിക്കും അതിൻ്റെ അകത്ത് ജനറേറ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പെയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ബ്രഷ് ടൂൾ എടുത്തിട്ട് നമുക്ക് ബ്രഷ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ബ്രഷ് ടൂൾ എടുക്കുക, ബ്രഷ് ടൂൾ സ്വല്പം ഒന്ന് വലുതാക്കാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് അടിച്ചാൽ അത് വലുതാവും. നമുക്ക് ഒരു കാര്യം ചെയ്യും, ഈ സാധാരണ ഒരു ബ്രഷ് എടുക്കുക. ഇത്രയും ഈ ടൈപ്പ് എഫക്റ്റ് ഒന്നും വേണ്ട. സാധാരണ ഒരു നമുക്കൊരു റൗണ്ടഡ് ഒരു സംഭവം വരയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വരില്ല. കാരണം എന്താണ്, മാസ്കിലാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് വരച്ചു നോക്കാം. കണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാണ്. ഇതിൽ വരയ്ക്കരുത് ഒരു കാരണവശാലും. ഇതിൽ വരച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അത് മാസ്കാണ്. ഒറിജിനലിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫീല് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഒറിജിനലിൽ വരയ്ക്കുക. മാസ്കിൽ എന്തെങ്കിലും ഫീൽ കൊണ്ടുവരണമെങ്കിൽ മാസ്കിൽ വരയ്ക്കുക. അപ്പോൾ ഒറിജിനൽ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഫ്ലോ കുറച്ച് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയും. ഫ്ലോ കുറച്ച് പെയിന്റ് ചെയ്യുക. ഇതാ ആ ഒരു ഫീലിന് വേണ്ടിയിട്ട്. ഫ്ലോ ഇനിയും കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലോ ഇനിയും കുറയ്ക്കാം. ഓക്കെ, 9 എന്നുള്ളത് ഞാൻ 2 എല്ലോ ആക്കിയിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, പതുക്കെ ആ ഒരു ഏരിയയിൽ വരുള്ളൂ. 2 ഞാൻ മാറ്റി 5 ആക്കി കുറച്ചും കൂടെ പെയിന്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ അതിൻ്റെ അകത്ത് വരും. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് എന്താണ് തെളിച്ചുള്ള ഒരു ഫീലായിട്ട് വന്നല്ലേ, നല്ലതായിട്ട് കാണുന്ന ഒരു ഫീലായിട്ട് വന്നു. അപ്പം നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പിക്ചർ മാത്രം എന്താണ് കൂടുതൽ തെളിച്ചത്തിൽ നിൽക്കണം. ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എന്താണ്, ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറയണം ഈ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ എനിക്ക് എന്താണ് അതിൻ്റെ ഹൈലൈറ്റ് കുറയ്ക്കുകയും ഇവിടുത്തെ ഇൻറ്റൻസിറ്റി കുറച്ച് കൂടുകയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിലെ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നമുക്ക് എന്താ എക്സ്പോഷറും കുറയ്ക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് എക്സ്പോഷർ കുറയ്ക്കാം. നോക്കിയേ, ഓക്കെ, എക്സ്പോഷർ കുറയ്ക്കുക. എക്സ്പോഷറിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഇമേജ്, ഓക്കെ, ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഏത് കൊടുക്കാം നമുക്ക്, ഹ്യൂ, സാച്ചുറേഷൻ, കളർ ബാലൻസ് ഏതാണ്, നമുക്ക് ലെവൽസ് വേണമെങ്കിലും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലെവൽസ് ക്ലിക്ക് ചെയ്യുക, ലെവൽ സ്വല്പം ഒന്ന് തിരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു പ്രകാശം മാത്രം വരും. അപ്പോൾ നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ആ ഷാഡോ മിസ്സിങ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഷാഡോയിൽ സെലക്ട് ചെയ്യുക. ഷാഡോയുടെ ഇൻറ്റൻസിറ്റി നമുക്കൊന്ന് സ്വല്പം കൂട്ടാം. ഷാഡോയുടെ മാത്രം, ഷാഡോയുടെ ഇൻറ്റൻസിറ്റി മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ മാത്രം നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതാണ് ഇത് ഷാഡോ. ഓക്കെ, ആ ഷാഡോയുടെ ഇൻറ്റൻസിറ്റി അത് വേണമെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ലെവൽസ് ആണെങ്കിൽ ലെവൽസ് ഏതാണ് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ലെവൽസ്, ഞാൻ നേരത്തെ എടുത്ത കർവ്സ് ആണ്, നമുക്ക് ലെവൽസ് യൂസ് ചെയ്യാം. ലെവൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെവൽസിൽ സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, അപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുകയും അത് സ്വല്പം കൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. കണ്ടോ, അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് വരുത്തുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഈ പെയിന്റ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെയറിലാണ് ചേഞ്ച് ചെയ്തത്. ഓക്കെ, ആ ഷാഡോയും അത് ഒറ്റ ലെയറിലാണ് ഇരിക്കുന്നത്. അതാണ് ഹൈഡ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പെയിന്റ് ചെയ്ത ലെയറും അത് ഒറ്റ ലെയറിലാണ് ഇരിക്കുന്നത്, അതാണ് ഒരുമിച്ച് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷാഡോയുടെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒന്നുകിൽ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് അതിനെ ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കളർ മാറ്റണമെങ്കിൽ അറിയാമല്ലോ, ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഏതാണ് ഹ്യൂ, സാച്ചുറേഷൻ എടുക്കുക, അതിനെ കളറൈസ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമുക്ക് അതിൻ്റെ കളറൈസ് സ്വല്പം കുറയ്ക്കണോ കൂട്ടണോ, ഇതാ അപ്പോൾ വേറൊരു ഫീലിൽ വരും. ഓക്കെ,
ഇപ്പോൾ വേറൊരു ഫീലായി. അപ്പോൾ നമ്മൾ ജസ്റ്റ് കളർ കൊടുക്കും മാറ്റുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടി. ഇനി നമുക്ക് കൂടുതൽ ഇതിൽ വർക്ക് ചെയ്യാം. ഏതാണ് ഈ ഒരു പർട്ടിക്കുലർ ലെയറിൽ വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യൽ, ഇത് മാസ്ക് ആണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല, അത് മാസ്കിലോട്ട് കയറി പോകും. മാസ്കിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലാണ് സ്മൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കയറാവുള്ളൂ. അപ്പം എനിക്ക് അത്രയൊന്നും വേണ്ട. അപ്പം ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഷാഡോയോ അതേപോലെ ഔട്ടർ ഗ്ലോയ്ക്കകത്ത് എക്സ്ട്രാ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് ഇതാണ്ടോ, ബാക്ക്ഗ്രൗണ്ടിലെ ഡിസ്റ്റൻസിൻ്റെ അത് നമുക്ക് ആവശ്യമില്ല, ആ ഒരു ഫീൽ നമുക്ക് പോകും. സ്പ്രെഡ് ആണെങ്കിൽ സ്പ്രെഡ്, സൈസ് ആണെങ്കിൽ സൈസിൻ്റെ ഇതാ ഇവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു ഫീൽ ഇവിടെ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഇനി യൂസ് ചെയ്യാം. എന്താണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ടൂൾസ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് ഒന്നും കൂടെ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ എടുക്കാം. ഹ്യൂ സാച്ചുറേഷൻ വേണ്ട, കളറൈസ് തന്നെ എടുക്കാം, അതാണ് നല്ലത്. ഓക്കെ, അതിൻ്റെ അകത്ത് കളറൈസ് എടുക്കാം. കളറൈസിൻ്റെ അകത്ത് വീണ്ടും നമുക്കൊന്ന് റീട്യൂൺ ചെയ്ത് മാറ്റിയും മറിച്ച് നമുക്ക് നോക്കാം. വേറെ ഏതാണ് വരേണ്ടത് ആ ഒരു ഫീലായിരിക്കും അതിന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇമേജ് അഡ്ജസ്റ്റ്, ഇത് ഈ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണ്ട ഇത്രയും സംഭവമാണ് നോർമലി ഉള്ളത്. ഏതാണ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, ലെവൽസ്, കർവ്സ്, എക്സ്പോഷർ, വൈബ്രൻസ്, ഹ്യൂ സാച്ചുറേഷൻ, കളർ ബാലൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇതാണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. അപ്പോൾ അത് വേറൊരു ഫീല്. അപ്പോൾ നമ്മുടെ എന്താണ് ഡിപ്പെൻഡിങ് ഓൺ എന്താണ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആരാണ് അവരുടെ ക്രിയേറ്റിവിറ്റിയും കൂടെ കുറച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് പെയിൻറ് ചെയ്തും കൊണ്ടുവരാം, അല്ലാതെ നമുക്ക് ഇതേപോലെ എഫക്ട്സ് ജനറേറ്റ് ചെയ്തും നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടലി നമുക്ക് ലെയേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ലെയേഴ്സ് ആദ്യം ഒരെണ്ണം, രണ്ടാമത് ഇതിനെ നമ്മൾ എന്ത് മാസ്ക് ചെയ്തു. ഇതാണ് നമ്മുടെ പിക്ചർ മാസ്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ നമ്മൾ എഫക്റ്റുകൾ കൊടുത്തു. ഷാഡോയ്ക്ക് ഞാൻ ഒന്ന് മാസ്ക് ചെയ്തു. അതേപോലെ മുകളിൽ ആ ഷാഡോയ്ക്കകത്ത് മാത്രം എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെങ്കിൽ അതിനെ മാസ്ക് ചെയ്യുക. നമ്മളെ ലെയറിൻ്റെ ബിഹേവിയറിൽ നിന്നുകൊണ്ട് ആ ലെയറിലൊന്നും സംഭവിക്കാതെ ലെയറിൽ മാത്രം നമുക്ക് സെപ്പറേറ്റ് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലെയർ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെയറിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഈസി ആയിട്ട് എഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കളറെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കളർ ബാലൻസ് ഉണ്ട്, ഹ്യൂ സാച്ചുറേഷൻ ഉണ്ട്. അത് ഏതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കളർ ബാലൻസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഏതാണ് നമുക്ക് വേണ്ട കളർ, ഇതാ കളർ ടോൺ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു എഫക്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു എഫക്റ്റ് എന്താണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യണേ. ക്ലോസ് ചെയ്തിട്ട് അടുത്ത എഫക്റ്റ് നമുക്ക് നോക്കാം. ഫയല് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഞാനൊരു പിക്ചർ എടുത്തു. ഓക്കെ, ഈ ഒരു പിക്ചർ, ഈ വിജയുടെ ഒരു പിക്ചറിന് എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യണം. അതല്ല ആക്ച്വലി ഇതിൻ്റെ ഉദ്ദേശം അതല്ല. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ ഒരു പിക്ചറിനെ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയണം. അപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കോൺട്രാസ്റ്റും ഫോർഗ്രൗണ്ടിൻ്റെ കോൺട്രാസ്റ്റും ഇപ്പം നല്ലവണ്ണം കോൺട്രാസ്റ്റ് ഉണ്ട് ഫോർഗ്രൗണ്ടിൽ. ബാക്ക്ഗ്രൗണ്ട് ഏകദേശം സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാ ഏരിയയിലും ഇങ്ങനെ ഒരു എന്താണ് ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനതിന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ എടുക്കുന്നു. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പുതിയ ഫോട്ടോഷോപ്പിൽ ഇതുണ്ടല്ലോ, ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉണ്ടല്ലോ, അത് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഏതിലും ക്ലിക്ക് ചെയ്തു, ആ ഒരു പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഏതാണ് നമ്മൾ ഉപയോഗിച്ച ടൂൾ, ക്വിക്ക് സെലക്ഷൻ ടൂൾ. അതിനുശേഷം സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, സെലക്ട് സബ്ജക്റ്റ്. അപ്പോൾ അവർ പറയുന്നു ദിസ് വിൽ ഡിസ്കാർഡ് യുവർ കറന്റ് സെലക്ഷൻ, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെലക്ഷൻ മാറ്റിയിട്ട് ഫോട്ടോഷോപ്പ് അതിന് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ പോവുകയാണ് ആ ഒരു ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ. ഓക്കെ, അപ്പം ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു പർട്ടിക്കുലർ പിക്സൽസ് മാത്രം സെലക്ട് ആവും. ഞാൻ പറഞ്ഞു ഇതൊരു 100% ബാക്കി എല്ലാ പിക്ചറിലും ഇത് നടക്കണമെന്നില്ല. ഈ ഒരു പിക്ചറിൽ എക്സാക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ചെറിയ ആ ഗ്ലാസിൻ്റെ ഏരിയ നമുക്ക് ഒന്ന് പിടിക്കേണ്ടി വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കിയിട്ട് എന്താണ് ഇതിന് ആഡ് ഉണ്ടല്ലോ, ആഡ് വെച്ചിട്ട് നമുക്ക് അതിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അതിലോട്ട് അത്രയ്ക്ക് എക്സാക്റ്റ് പോകുന്നില്ല. അതിന് പകരം എന്ത് ചെയ്യുന്നു, ഈ ഒരു പർട്ടിക്കുലർ സെലക്ഷൻ ഞാനങ്ങ് മാസ്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, മാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ മാത്രം സെലക്ട് ആയിക്കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഹിഡൻ ആയിട്ട് പോകും. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു,
അതിനെ മാത്രം മാസ്ക് ചെയ്തെടുക്കുകയാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുക, മാസ്ക് കൊടുക്കുക. നോക്കിയേ, ഇപ്പം മാസ്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയാണ് അല്ലേ. അപ്പം ഞാൻ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, റിമൂവ് ചെയ്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് ഇറേസർ ടൂൾ ഉണ്ട്, ഇറേസർ ടൂൾ എടുത്തിട്ട് മാച്ച് കളയുക. സെലക്ട് ചെയ്ത് വെച്ചിട്ട് മാച്ച് കളയുക. ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഒരു കാരണവശാലും മാസ്ക് ചെയ്യുന്നത് ചെയ്യരുത്, കിട്ടത്തില്ല. ഒബ്ജക്റ്റിൽ നിന്ന് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പം എനിക്കൊരു പർട്ടിക്കുലർ പിക്ചർ മാത്രം ഇങ്ങനെ കിട്ടി. നോക്കിയേ, കണ്ടോ, ഈ ഒരു ഏരിയ മാത്രം കിട്ടി. അപ്പം ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനൊന്ന് സ്കെയിൽ ചെയ്തു, ചെറുതാക്കി. ഓക്കെ, ഞാനൊന്ന് പ്ലസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഒരു പിക്ചർ മാത്രമായിട്ട് കിട്ടി അല്ലേ. ജസ്റ്റ് മാസ്ക് ചെയ്തു, ഈ ഒരു പർട്ടിക്കുലർ പിക്ചർ മാത്രം എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പോവുകയാണ്. ഒരു ലെയർ ആഡ് ചെയ്തു. ഏതാണ്, ഒരു സിമ്പിൾ ലെയർ ആഡ് ചെയ്തു. ക്രിയേറ്റ് എ ലെയർ. ഓക്കെ, ക്ലിക്ക് ചെയ്തു, ഒരു ലെയർ ആഡ് ചെയ്തു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു കളർ കൊടുത്തു. ഏത് കളർ കൊടുക്കാം, വൈറ്റ് കൊടുക്കാം. വൈറ്റ് കൊടുത്തിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് എന്ത് പറ്റും, വൈറ്റ് കളർ വരും. എന്താണ്, ബിജിക്കകത്ത് വൈറ്റും ഫോർഗ്രൗണ്ടിൻ്റെ അകത്ത് നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫും വരും. ഓക്കെ, ഇനിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. എഫക്റ്റ് എല്ലാം ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊടുക്കാം. ദാ, ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു എഫക്റ്റിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൈസ് കറക്റ്റ് ആയിരിക്കണം അല്ലേ, സൈസ് പ്രോപ്പർ ആയിരിക്കണം. സോ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ സൈസ് ഞാൻ പ്രോപ്പറായിട്ട് പിടിക്കുകയാണ്. അതും ആ ഒബ്ജക്റ്റും നേരത്തെ പറഞ്ഞ അതേ സംഭവമാണ്, മാസ്ക് ചെയ്യാൻ പോവുകയാണ്. സോ എന്താണ്, രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല വരേണ്ടത്. ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് അതിനൊന്ന് തിരിച്ചു ഇങ്ങനെ ആക്കി. ഓക്കെ, കൺട്രോൾ ടി അടിച്ച് ഇങ്ങനെ, അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാമേ. എനിക്കിപ്പോൾ ആ ഒരു പിക്ചർ കാണുമ്പോൾ ഒരു പിക്ചർ കാണുമ്പോൾ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിങ്ങനെ മാസ്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ടോപ്പിലിടുക. നോക്കിയേ, ഇങ്ങനെ വെച്ചു. ഇനി നമ്മൾ മാസ്ക് ചെയ്ത് എന്ത് പറ്റും, ഇതിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കൺട്രോൾ ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ മാസ്ക് കൊടുത്ത് എന്ത് പറ്റും, ഇങ്ങനെ മാസ്ക് ആവുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനെ മാസ്ക് അല്ല, എനിക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്ത അതേ സെയിം സംഭവം അല്ല എനിക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതാണ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലെൻഡിങ് മോഡ്. ബ്ലെൻഡിങ് മോഡിൻ്റെ അകത്ത് ഇതിനെ അങ്ങ് ലീനിയർ ആക്കുക. ഏതിനെ, നമ്മളിപ്പം മുകളിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിനെ ലീനിയർ ആക്കുക. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇതിനെ ഞാനങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഫയൽ ഓപ്പൺ ചെയ്തു. ഇതാണ് നമുക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്. ഞാൻ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഞാൻ എൻ്റെ സൂം ഔട്ട് ചെയ്തു. കൺട്രോൾ ടി അടിക്കുന്നു, അതിനെ ഞാൻ ചെറുതാക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ചെറുതാക്കുന്നു. ഈ ഒരു ഏരിയക്കകത്ത് വയ്ക്കുന്നു, പ്ലസ് ചെയ്യുന്നു. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച മാസ്കിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലെൻഡിങ് മോഡ്. ഓക്കെ, ബ്ലെൻഡിങ് മോഡ്. അപ്പം ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് സ്വല്പം ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു നമ്മുടെ ഒബ്ജക്റ്റിലോട്ട് മാത്രം മതി, മാക്സിമം ഇത്ര. ഓക്കെ, അപ്പോൾ എനിക്കിതിനെ മാസ്ക് ചെയ്താൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാസ്കിങ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് മോഡാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ബ്ലെൻഡിങ് മോഡ്. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റൺ ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഈസി ആയിട്ട് കട്ട് ചെയ്തിട്ട് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈറ്റൻ ചെയ്തു. ഇപ്പം നോക്കിയേ, എക്സാക്ട് അതുമായിട്ട് ഫില്ല് ചെയ്യുന്നൊരു ഫീല് കിട്ടുന്നില്ലേ, നോക്കിയേ ഇതാ. ഓക്കെ, അപ്പം പെർഫെക്റ്റ് ആയി. അപ്പം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് നെറ്റിൽ ഇതേപോലെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തൊക്കെയോ ഡിസൈൻ ഇതിൻ്റെ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു ഫീലാണ്. ഒന്നുമില്ല, നമ്മൾ യൂസ് ചെയ്തിരിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവം മാത്രമാണ്. ഇതാ ഈ ഒരു പിക്ചറിൽ ഈ ഒരു പർട്ടിക്കുലർ എഫക്റ്റ്. ഏത് എഫക്റ്റ്, ഈ ഒരു എഫക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ആകെപ്പാട് അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു എഫക്റ്റിനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ടോപ്പിലിട്ടു, അതിന് നമ്മൾ എന്ത് ചെയ്തു, മാസ്ക് ചെയ്തു. മാസ്ക് ചെയ്ത് മീൻസ് പിക്ചറിനെ മാത്രം മാസ്ക് ചെയ്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ബ്ലെൻഡ് ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ വേണം യൂസ് ചെയ്യാം. കൺട്രോൾ ടി അടിച്ചിട്ട് ഇങ്ങനെ കറക്കി
അപ്പോൾ ആ ഒരു ഫീല് പോകും. ആ ഒരു പിക്ചർ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നോക്കിയിട്ട് മാത്രമേ മാസ്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാ കണ്ടോ, ഏത് ഏരിയയിലോട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് വെക്കണം ആ ഒരു പർട്ടിക്കുലർ ഏരിയ. പക്ഷേ ഇതൊന്നും ഒരു ഫീലില്ല. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു പിക്ചറിൻ്റെ ഏത് രീതിയിലാണ് അതിനെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കൊന്ന് ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചും കൂടെ ഒരു ഫീലും തോന്നുന്നു അല്ലേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്വല്പം കൂടെ വലുതാക്കണമെങ്കിൽ സ്വല്പം ഒന്ന് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ ഒരു ഫീല് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും കൂടെ എന്തെങ്കിലും ഒരു ചെറിയ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരു കുറച്ചും കൂടെ രസമായിരിക്കും. ഇത് ഇത്രയും പിടിയിട്ടല്ലോ. ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്തൊരു വൈറ്റ് ടോപ്പിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ മാസ്ക് ചെയ്തു. ഇതാണ്, ഇങ്ങനെയാണ് ആക്ച്വലി ഇരിക്കുന്ന സംഭവം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു മാസ്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഔട്ട്പുട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഒന്നും കയറാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് ബ്ലാക്ക് കയറിയതിന് കാരണം വൈറ്റ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല ഞാൻ. കണ്ടോ, വൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കയറും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ് അല്ലേ. മീൻസ് എന്താണ്, ഈ ഒരു പിക്ചറിന്റെ BG എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കട്ട് ആവണം വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് വൈറ്റ് ഇമേജ് ആക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇമേജ് ബ്ലാക്ക് ആയി പോകും. അവിടെ നമ്മളെന്തോ എന്താണ്, ആ ഒരു എഫക്റ്റ് പ്രോപ്പറായിട്ടും ഈ ഒരു പർട്ടിക്കുലർ പിക്ചറിൻ്റെ അകത്തോട്ട് ബ്ലെൻഡ് ആയിട്ടില്ല എന്നുള്ളൊരു ഫീല് വരും. ഓക്കെ, ഇത് നെറ്റിൽ നിന്ന് എടുത്തൊരു പിക്ചറാണ്. സ്പ്ലാഷ്, അങ്ങനെ ഡിപ്പിംഗ് എഫക്റ്റ്, സ്പ്ലാഷ് അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ എഫക്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ്, സ്പ്ലാഷ്, അതൊരു ഇങ്ക് സ്പ്ലാഷോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്പ്ലാഷ് ആയിക്കോട്ടെ, അതിനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ നീക്കി വെച്ചിട്ട് ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതിനെടുക്കുന്നു, ഇതിനെടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നോക്കിയേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്പ്ലാഷ് പോലത്തെ ഒരു എഫക്റ്റും കൂടെ അതിൻ്റെ അകത്ത് വന്ന് ഫില്ലാവും. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെന്തോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഫീലാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ അതിനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, താഴോട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും കൂടെ കയറും. വളരെ ശ്രദ്ധിക്കുക. കണ്ടോ, അതൊരു കാരണവശാലും പറ്റത്തില്ല. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്തുള്ള എഫക്റ്റ് മാത്രമേ നമുക്ക് പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ മാത്രം ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് 100% വൈറ്റ് എടുക്കുക. ഏതിനെ എടുക്കുന്ന സമയത്ത്, ഈ ഒരു സ്പ്ലാഷിനെ എടുക്കുന്ന സമയത്ത് 100% വൈറ്റ് എടുക്കുക. ഞാൻ ഇപ്പോൾ എടുത്തത് 100% വൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെല്ലാം ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ആ സ്പ്ലാഷ് കണ്ടോ, അതിൽ മാത്രം നമ്മൾ മാച്ച് കളഞ്ഞിട്ട് പുതിയൊരു എഫക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ മാത്രം നമ്മൾ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടോ, അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ പിക്ചറിൽ 100% വൈറ്റ് അല്ല. കണ്ടോ, ഇത് വൈറ്റും ഇത് 100% വൈറ്റും അല്ല. ഒന്നുകിൽ നമ്മൾ PNG പിക്ചർ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതാകുമ്പോൾ ഇത് കട്ടായിട്ട് വരും. ഇപ്പം ഞാൻ PNG പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പർട്ടിക്കുലർ പിക്ചറിനെ നമുക്ക് പിന്നെയും എന്താണ്, ഈ ഇത്രയും ഡിലീറ്റ് ചെയ്തിട്ട് ഇത് മാത്രമൊക്കെ ആയിട്ടൊക്കെ എടുക്കേണ്ടി വരും. ഓക്കെ, ഇതിപ്പം വൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ 100% വൈറ്റിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു പിക്ചറിനെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഫീൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. അതേപോലെ ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് ഞാനൊരു വൈറ്റ് സ്ട്രോക്ക് കൊടുത്തു. വൈറ്റിൽ വൈറ്റ് എന്താണ് ഫിക്സ് ആവില്ല. അതുകൊണ്ട് ബ്ലാക്ക് സ്വല്പം ഒന്ന് ബ്ലാക്ക് പിടിക്കുക. ബ്ലാക്കിൻ്റെ അകത്ത് സ്ട്രോക്ക് സ്ലൈസ് സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഫോട്ടോഷോപ്പിൻ്റെ ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ മൾട്ടിമീഡിയ അനിമേഷൻ വിഷ്വൽ എഫക്ട്സ് റിലേറ്റഡ് ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.